ഇവളാണല്ലേ കക്ഷി? അതെ മാഡം. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല മാഡം, എന്നെ രക്ഷിക്കണം. ഇയാളൊന്ന് വന്നേ. ഡീറ്റെയിൽസ് പറയും. അങ്ങോട്ട് നീങ്ങിക്കടി. നിനക്ക് എവിടുന്ന് കിട്ടി ഈ വാള്? നീ എവിടുന്ന് ഈ വാള് മോഷ്ടിച്ചതെന്ന്? അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ല. എനിക്ക് അലറാതെടി. ഇവളെ വിടരുത്. ഇവളുടെ പേരിലുള്ള എല്ലാ മോഷണ കേസും തെളിയിക്കണം. ആ ജ്വല്ലറിക്കാരൻ എവിടെ? ഇപ്പൊ വിളിക്കാം മാഡം. എന്താ ഉണ്ടായത്? ഇവരൊരു സ്വർണ്ണവാള് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കടയിൽ വന്നിരുന്നു. ഈ സ്ത്രീയെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ. വാളുരച്ചു നോക്കിയപ്പോ അത് ചെമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുകയായിരുന്നു. വാള് സ്വർണം തന്നെയായിരുന്നെങ്കിൽ തനിക്കൊരു കോളം ഒക്കുമായിരുന്നു അല്ലേടോ? ചെമ്പകമംഗലത്തെ ഒരു സ്വർണ്ണ വാള് മിസ്സായ കാര്യം അറിയോ? അറിയാം. ആ വാളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിന്റെ റിസീവർ ഒരു അനന്തഗോപന. അയാളുടെ നമ്പർ എടുത്തു തരാം. ഇവളെ പിടിച്ച് ആ ലോക്കപ്പിലിട്. ഇയാൾ അങ്ങ് മാറ്റി നിർത്താം. ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. ശരി മാഡം. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു മരതകവാള നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു ശുഷ്കാന്തി നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞ് കാണിക്കുന്നില്ല? 4 പാടും വല വിരിച്ച് കാത്തിരിക്കുകയാണ്. ആ വാള് എന്റെ കൈക്ക് തന്നെ വരും. ഹലോ, അഡ്വക്കേറ്റ് അനന്തഗോപനല്ലേ? അതെ. ഞാൻ സഹീറ തങ്ങൾ, ACP. ഒരു കാര്യം അറിയാനാ നിങ്ങളെ ഞാനിപ്പോ വിളിച്ചത്. എന്താ മാഡം? നിങ്ങളല്ലേ ചെമ്പകമംഗലത്തെ ആ ഉടവാളിന്റെ റിസീവർ? അതെ മാഡം, എന്നെയാ കോടതി റിസീവറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഞാനൊരു വാളിന്റെയും അത് മോഷ്ടിച്ച സ്ത്രീയുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ആ വാളും ചെമ്പകമംഗലത്തെ വാളും തമ്മിൽ സാമ്യമുണ്ടോന്ന് നോക്കി പറയണം. നോക്കി പറയാം മാഡം. മാഡം, ഇത് ചെമ്പകമംഗലത്തെ ഉടവാള് തന്നെ. ഒരു സംശയവും വേണ്ട. ചെമ്പകമംഗലത്തെ വാള് സ്വർണത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച് നിർമ്മിച്ചതല്ലേ ഗോപൻ? അതെ. പക്ഷേ ഇതല്ല. അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. സ്വർണത്തിന്റെ തരി പോലുമില്ല. ചെമ്പകമംഗലത്തെ വാളിന്റെ മറവില് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടല്ലോ വക്കീലെ. നമുക്ക് തമ്മിൽ നേരിട്ട് കാണേണ്ടി വരും. ശരി. എന്താണോ കാര്യം പറയ? ഇവിടുന്ന് പോയ വാളും അത് മോഷ്ടിച്ച സ്ത്രീയും പോലീസ് കണ്ടെത്തി. എന്നിട്ട് ഇവളോ? ഇവരെ അറിയോ? നോ, അറിയില്ല. പക്ഷേ അത് സ്വർണ്ണവാളല്ല. ആ വൈശാഖ് കൊണ്ടുവന്ന പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള.
എന്ന് വെച്ചാ അപ്പോൾ സാവിത്രിയും നിങ്ങളെ പറ്റിച്ചു അല്ലേ? ഇനി എന്തു വേണമെന്ന് ഈ ചന്ദ്രഗിരി ദേവരാജൻ ചെയ്ത് കാണിക്കാം. മീനാക്ഷി അമ്മ എന്തിനാ അച്ഛാ ഇങ്ങനെ സംശയിക്കുന്നത്? ഇവിടുത്തെ വാളെടുത്ത് മാറ്റിയിട്ട് അവൾ എന്ത് ചെയ്യാനാ? ഇതേ ചോദ്യം ഞാൻ പല ആവർത്തി രാജലക്ഷ്മിയോട് ചോദിച്ചു മോളെ. അവൾക്ക് മറുപടിയില്ല. രാജലക്ഷ്മിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അവളൊന്നും വിട്ടുപറയുന്നുമില്ല. ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടച്ചാ. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വാള് മോഷ്ടിച്ചുകൊണ്ട് പോയത് ആ മൈഥിലിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാർത്തി സെർച്ച് ചെയ്യാൻ പോയിട്ട് വാൾ അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. അതാ രാജലക്ഷ്മി മൈഥിലിയെ സംശയിക്കാത്തത്. ഇവിടുത്തെ ഉടവാളിന് കോടികൾ വിലയുണ്ടെന്ന് മൈഥിലിക്ക് അറിയാച്ചാ. ആ വാള് മോഷ്ടിച്ചോണ്ട് പോവാൻ വേണ്ടി തന്നെയാ അവൾ ഓരോ അടവും പറഞ്ഞിവിടെ നിന്നത്. പക്ഷേ പിന്നെ ഒരു സംശയം ബാക്കി വരുന്നു. എന്താച്ചാ? ആ വാളിൽ പതിപ്പിച്ചിരുന്ന രത്നങ്ങൾ കിട്ടുന്നില്ല മോളെ. സാവിത്രി, എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. മനുഷ്യരുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളെന്ന് കണ്ടെത്താൻ വലിയ പാടാ അല്ലേ അച്ഛാ? അത് പിന്നെ മനസ്സൊരു കടൽ പോലല്ലേ മോളെ. അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സമാധാനം കിട്ടുമല്ലോ. ഇവിടെ ആകെ ദാരിദ്ര്യം സമാധാനത്തിനാണല്ലോ. അതെ, ഇതൊന്നും നിന്നോടല്ല കേട്ടോ. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. അമ്മ, സാവിത്രി എവിടെയാണെന്ന് അറിയാവോ? ആ, അവൾ അമ്പലത്തിൽ പോയിരിക്കെ. എല്ലാവരും ഓടുകയല്ലേ ഓരോ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ദേ, ഇപ്പൊ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുക ജഗദീഷും കാർത്തിക്കും. മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. കാര്യങ്ങളെല്ലാം കരുതുന്നതിന് അപ്പുറത്താ. എന്തൊരു കാലക്കേടാ. മൈഥിലി, മൈഥിലി, ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
എങ്ങനെ ഇതിനകത്തൊന്ന് കയറും? എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നേ? അത് ഞാൻ മ്യൂറൽ പെയിന്റ് ചെയ്തൊരു പട്ടുസാരി സാവിത്രി കാണാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു. അത് വാങ്ങാൻ വേണ്ടി കസ്റ്റമേഴ്സ് വരും. ഇനി എങ്ങനെ അത് എടുത്തു കൊടുക്കും? സാവിത്രി അവളുടെ മുറി പൂട്ടിയിരിക്കുക. തുഴഞ്ഞല്ലോ, അവൾ അമ്പലത്തിലെ മറ്റോ പോയിരിക്കുക. പിന്നെ അവിടെ കാര്യമല്ലേ, പോയാ എപ്പോഴും പറയാൻ പറ്റില്ല. മുറിയൊന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഒരുപക്ഷെ മുറി പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. അത് വേണ്ടച്ചാ, അവൾ അമ്പലത്തിലാണെങ്കിൽ മൊബൈലിൽ വിളിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് വരുമ്പോ സാരി എടുത്ത് കൊടുക്കുകയും വേണമല്ലോ. ആ, രാജലക്ഷ്മിയുടെ കയ്യിൽ സ്പെയർ കീ കാണും. വാ, ഞാൻ വാങ്ങിച്ചു തരാം. ഇയാളിരിക്കെ. ഇയാളല്ല രാജലക്ഷ്മി, ദേവരാജൻ, ചന്ദ്രഗിരി ദേവരാജൻ. ചന്ദ്രഗിരിയോ സൂര്യഗിരിയോ ആകട്ടെ, ഇയാളെ ഇന്ദ്രജയുടെ ഭർത്താവായിട്ടേ എനിക്കറിയൂ. നിങ്ങൾ ചെമ്പകമംഗലം ചെമ്പകമംഗലമെന്ന് ഏതു നേരവും വീമ്പ് പറയാറില്ലേ? അതുപോലെ എന്റെ പ്രശസ്തമായ തറവാട് ചന്ദ്രഗിരി പേരിനൊപ്പം ചേർത്തന്നേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്രഗിരി ദേവരാജ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ രാജലക്ഷ്മി അമ്മ, ഞങ്ങൾക്കെന്ത് വിശേഷം? കുറെ കാലമായില്ലേ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് കണ്ടിട്ട്.
വെറുതെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഓ എനിക്ക് തറവാടുമായി ഒന്നല്ലല്ലോ, 2 രീതിയിലല്ലേ ബന്ധം. എന്റെ ഇന്ദ്രജയുടെ ആങ്ങളയുടെയും അനിയത്തിയുടെയും സംബന്ധ വീടാണ് ഈ ചെമ്പകമംഗലം. ഇയാളുടെ ഭാര്യ ഈ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇവിടെ കയറി വരാറുണ്ട്. വല്ലതുമൊക്കെ മേടിച്ചു കെട്ടി പോവാറുമുണ്ട്. അല്ല അതിരിക്കട്ടെ, ഭാര്യ ഇവിടെയോ അതോ അവിടെയോ? ഇപ്പോ അവിടെ. ആ, അതേതായാലും നന്നായി. ഒരാൾ അവിടെ മറ്റൊരാൾ ഇവിടെ. അല്ലെങ്കിലേ അരോ ഒരഞ്ഞ് കിന്നരോ ആവും. ഈ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവും രാജലക്ഷ്മി അമ്മേ. ഇനി അതിലൊക്കെ കേറി പിടിച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഇന്ദ്രജയുടെ നാത്തൂനാണ് സാവിത്രി. സാവിത്രിയെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രയേ ഉള്ളൂ. സാവിത്രി ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയി. ആഹാ, കൈമൾ സാറോ? വരണം. ഇത് ചെമ്പകമംഗലമോ അതോ ചന്ദ്രഗിരിയോ? അച്ഛൻ എന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ? ഇത് ചെമ്പകമംഗലം. അല്ല, ഇയാളെന്റെ വീട്ടിൽ കയറി കാലുമേ കാലും വെച്ച് കുടുംബനാഥനായ എന്നോട് വരണം എന്ന് പറഞ്ഞപ്പോ എന്റെ സ്ഥലകാലബോധം പോയി മോളെ. ഞാൻ കുറച്ചു നാളായി വളരെ ക്ഷമാശീലനാ. അതുകൊണ്ട് ഈ ചീള് കേസൊക്കെ ഞാനങ്ങ് വിട്ടുകളയും. വന്നത് സാവിത്രിയെ കാണാനാ. അവൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവളുടെ മുറി ഒന്ന് കാണണം. വേറൊന്നുമല്ല, രാമഭദ്രൻ അങ്ങ് ദുബായിലല്ലേ, അയാൾ എന്നോട് പറഞ്ഞു വിട്ടു ഭാര്യ സുഖമായിട്ടൊക്കെയാണോ ജീവിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കാൻ. ഓ സാവിത്രി ഞങ്ങളുടെ മകളും രാമഭദ്രൻ ഞങ്ങളുടെ മരുമകനുമാണ്. അവരുടെ കാര്യം തിരക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിന്റെ സഹായം ആവശ്യമില്ല. ഇയാൾ എന്തോ ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം. എന്റെ അളിയൻ എന്നെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ഓ ദേവരാജ, നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഇത് ചെമ്പകമംഗലമാ. ഇത് ചെമ്പകമംഗലമല്ലേ, അല്ലാതെ വൈകുണ്ഠവും കൈലാസമൊന്നും അല്ലല്ലോ. എവിടെയാണെങ്കിലും ഈ രാവണൻ കേറി ചെന്നിരിക്കും. ഇയാൾ എന്താ ഈ കാണിക്കാൻ പോകുന്നേ? ദേവരാജ, ഒരിക്കൽ കൂടി നിനക്ക് ഞാനൊരു താക്കീത് തരിക. നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തീവെയിലും തീക്കാറ്റുമുള്ള ഈ നട്ടുച്ചയ്ക്ക് ഈ ചെമ്പകമംഗലം നിന്ന് കത്തും. യൂസ്ലെസ്, ഇത് പൂട്ടിരിക്കാണല്ലോ. ഏയ്, എന്താ നീ കാണിക്കുന്നേ? എന്താ നീ കാണിക്കുന്നതെന്ന്? ഏയ്, എന്റെ തറവാട്ടിൽ കയറി ഇക്കാര്യം കാണിക്കാൻ നീ അത്രയ്ക്ക് വളർന്നോടാ. കൈമളേട്ടാ, അവൻ കൈമളേട്ടനെ ഉപദ്രവിച്ചോ? രാജലക്ഷ്മി, അവൻ അവൻ അച്ഛനെ തൊട്ടോ? ദുഷ്ടൻ! ഇവിടെ കാർത്തിയും ജഗദീഷേട്ടനൊന്നും ഇല്ലല്ലോ. അവനെ വെറുതെ വിടരുത്. അവൻ ചെമ്പകമംഗലത്ത് കയറി എന്റെ അച്ഛന്റെ ശരീരത്ത് തൊട്ടു.
കോടികൾ വിലയുള്ള ആ വാളിന്റെ യഥാർത്ഥ അവകാശി ഈ വീടിനു വേണ്ടി ബലിയാടായ എന്റെ അനുജത്തി മാധുരിയാണ്.